ഹായ് ഹലോ, അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും അപ്പം നമ്മൾ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ കണ്ടോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ കേക്കിന്റെ ഞാൻ കേക്കിന്റെ ബോർഡ് എടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൗണ്ട് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ അതിലൊരു കുറച്ച് പച്ച, കുറച്ച് ബ്ലൂ, കുറച്ച് യെല്ലോ, അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഒക്കെ പാടെ കൂട്ടി കുഴച്ചിട്ട് ഒരു കളറാക്കിയിട്ട് എടുക്കാം. ഏകദേശം ഈ കളറായിട്ട് കിട്ടും നമുക്ക്. ഓക്കെ. പിന്നെ അതിൽ കുറച്ച് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രീന്, യെല്ലോ, ബ്ലൂ അങ്ങനത്തെ ആ ഒരു പച്ച ഉണങ്ങണതിന്റെ മുന്നേ നമ്മൾ ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് ആ കറക്റ്റ് ആ ഒരു റൗണ്ട് ആ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ സംഭവം നമുക്ക് അതിൽ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ബ്ലൂവും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ആയാൽ അതിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കാണാൻ കുറച്ചും കൂടിയൊക്കെ ക്യൂട്ടായിരിക്കും. ക്യൂട്ട് മീൻസ് എന്ത് പറഞ്ഞാലും ക്യൂട്ടാണ് വരുന്നത് ഗൈസ്. സംഭവം അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ. പിന്നെ നമുക്കിതിൽ വെക്കാനുള്ള കുറച്ച് താമരപ്പൂക്കൾ ഉണ്ടാക്കാം. എൻ്റെ താമര അത്രക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ട് താമര ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ താമര വിടർന്നു കഴിഞ്ഞാൽ അത്ര കാണാൻ വലിയ ഗുമ്മില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചു, അതിനൊന്നങ്ങോട്ട് ചുരുക്കി മുട്ട് പോലെ ആക്കി. അപ്പോൾ പിന്നെ കാണാൻ വലിയ കുഴപ്പമില്ല. പിന്നെ അതിൽ വെക്കാനുള്ള ലീഫ് കുറച്ച് ഒറിജിനാലിറ്റി തോന്നണമല്ലോ, അതാണ് നമ്മൾ കുറച്ചു നേരം അതിൽ വരക്കൊക്കെ ചെയ്തത്. എന്നിട്ട് കുറച്ച് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു നല്ല ഒരു ലുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ഒരു കേക്കിന്റെ പീസ് കട്ട് ചെയ്തെടുക്കണ പോലെ സൈഡ് ഒന്നാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ സംഭവം ലീഫ് സെറ്റ്. പിന്നെ അതിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ കളേഴ്സ്, എന്താ ഞാൻ ഉദ്ദേശിച്ചത്, ആ സംഭവം തോന്നണമെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. സംഭവം അത്രേ ഉള്ളൂ. പിന്നെ തോണി ഉണ്ടാക്കാം. തോണി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ പാടുപെടുന്നു, പക്ഷേ ഇല്ല, വളരെ വളരെ സിമ്പിളാണ്. ആദ്യം ഇങ്ങനെ കോണ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോലെ വെച്ചു കൊടുക്കുക. പിന്നെ സെൻറ്ററിലും അതുപോലെ സൈഡിലും ഒക്കെ നമ്മൾ ഇരിക്കാനുള്ള ആ പലക ഉണ്ടല്ലോ, ആ പലകയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അത് അടിപൊളിയല്ലേ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം അതിലേക്ക് കണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ആദ്യം ലീഫ് വെച്ച് കൊടുക്കുക. പിന്നെ ലീഫിന്റെ മേലെ നമ്മൾ താമരപ്പൂ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ കളറായില്ലേ, കാണാൻ ഭംഗിയില്ലേ. ഇനി നമുക്ക് ചെറിയൊരു ടച്ചപ്പിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു വൈറ്റ് പെയിന്റ് എടുക്കുക. ഞാൻ ഇവിടെ ഒരു സിമന്റ് കളറാണ് എടുത്തിക്കണത്. വൈറ്റ് പെയിന്റ് ആയാലും മതി. അത് നല്ലോണം ആയിട്ട് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു കുറച്ച് വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതും കൂടി കഴിഞ്ഞാൽ സംഭവം നൈസായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒന്നെങ്കിൽ റിസൈന് ഉണ്ടെങ്കിൽ റിസൈന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.